കളമശ്ശേരി നഗരസഭയിൽ 29 പേർക്ക് കൂടി മഞ്ഞപ്പിത്ത രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. HMT കോളനി LP സ്കൂളിൽ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് ആരംഭിച്ചു. രോഗം സ്ഥിരീകരിച്ച 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 40ഓളം പേർ രോഗലക്ഷണങ്ങളോടെ വീടുകളിൽ നിരീക്ഷണത്തിലാണ്. കളമശ്ശേരി നഗരസഭാ പരിധിയിലെ 10, 12, 13 വാർഡുകളിലാണ് മഞ്ഞപ്പിത്ത രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് ജനങ്ങൾക്ക് കളമശ്ശേരി നഗരസഭയുടെ ഭാഗത്തു നിന്നും നൽകിയിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഒരു മെഡിക്കൽ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. ഇവിടെ ആരോഗ്യ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ആളുകളോട് ഇവിടേക്ക് എത്തുകയും ഇവിടെ ഈ മഞ്ഞപ്പിത്ത പ്രതിരോധത്തിന്റെ ഒരു ബോധവൽക്കരണം ഒപ്പം മറ്റ് പരിശോധനകളും നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയായ P. രാജീവിന്റെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം ചേരുകയും വരും ദിവസങ്ങളിൽ എന്തൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താമെന്നതിലൊരു തീരുമാനമുണ്ടാവുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടമെന്നോണം മെഡിക്കൽ ക്യാമ്പ്, അതോടൊപ്പം തന്നെ വീടുകളിലെ എത്തിക്കുന്ന വെള്ളത്തിൽ ഡബിൾ ക്ലോറിനേഷൻ അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ആരംഭിച്ച മെഡിക്കൽ ക്യാമ്പ് ഇന്ന് തന്നെ അവസാനിക്കും. പക്ഷേ വരും ദിവസങ്ങളിൽ വീടുകളിലെത്തി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി പരിശോധനകളടക്കം നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ 29 പേർക്കാണ് മഞ്ഞപ്പിത്ത രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. 40-ലധികം പേർക്ക് രോഗലക്ഷണങ്ങളുമുണ്ട്. ഇവരൊക്കെ വീടുകളിൽ നിരീക്ഷണത്തിലാണ്. രോഗം സ്ഥിരീകരിച്ചവർ എറണാകുളത്തെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലടക്കം വിവിധ ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികളിലുമൊക്കെ ആയിട്ട് ചികിത്സയിൽ തുടരുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചേരുന്നുണ്ട്. ചെയർമാനെ, വലിയ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് നഗരസഭ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് നടപടികൾ? നിലവിൽ ഈ രോഗവ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരും നഗരസഭയിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എല്ലാവരും ചേർന്ന് രോഗം കൂടുതലായിട്ടുള്ള 3 വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ക്യാമ്പുകൾ നടക്കുന്നത്. ഇവിടെ ഈ 3 വാർഡിലെയും മുഴുവൻ ആളുകളെയും പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നാളെ മുതൽ ഈ 3 വാർഡുകളിലെയും മുഴുവൻ കിണറുകളും ക്ലോറിനേഷൻ ചെയ്യുന്നുണ്ട്. ഈ പരിസരത്തുള്ള മുഴുവൻ ജലസ്രോതസ്സുകളും വെള്ളം ടെസ്റ്റ് ചെയ്യുന്നുള്ള നടപടികൾ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവിടെയുള്ള ഹോട്ടലുകൾ, ഇവിടെയുള്ള ബോയ്സ് ഹോസ്റ്റലുകൾ, ഉള്ള ഹോസ്റ്റലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നഗരസഭയുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. ഫുഡ് സേഫ്റ്റി വിഭാഗത്തിലെ ആളുകളെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വ്യാപനം തടയുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 29ഓളം കേസ് ആക്റ്റീവായിട്ട് ഉണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയുന്നത്. കുറച്ച് പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, 2 പേര് ICUവിലാണ്. എന്തായാലും ആളുകളിലേക്ക് ബോധവൽക്കരണം നൽകി തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർ ജനങ്ങളെ അറിയിക്കുന്നുണ്ട്. എന്തായാലും നമുക്കിത് തടഞ്ഞു നിർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് നഗരസഭയും ആരോഗ്യ വിഭാഗത്തിലെ ആളുകളുടെ ഒരു വിശ്വാസം. എങ്ങനെയാണ് ഈ രോഗം ഇത്രയിലേറെ ആളുകളിലേക്ക് പിടിപെട്ടതെന്ന് അതിന്റെ സോഴ്സ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്? സോഴ്സ് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്താ വെച്ചാൽ ഇതൊരു താഴ്ന്ന പ്രദേശമാണ്, പാടശേഖരമാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ മാസം ഇവിടെ ഒരു ഹൗസ് വാമിംഗ് നടന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. അവിടെ വന്നവർക്ക് കൂടുതലായിട്ട് ഇത് കണ്ടെത്തിയെന്നൊരു ആരോഗ്യ പ്രവർത്തകരുടെ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിന് കൃത്യമായിട്ട് അതിനുള്ള ഒരു രേഖകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഹൗസ് വാമിങ്ങിൽ പങ്കെടുത്ത ആളുകളെ നമ്മൾ കണ്ടെത്തി അവരുമായിട്ട് സമ്പർക്കം പുലർത്തുന്നുണ്ട്. അവരിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇത് വ്യാപിക്കാതിരിക്കാനുള്ള നടപടികളെല്ലാം ഇപ്പോൾ നിലവിൽ നഗരസഭയും പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഉദ്യോഗസ്ഥരും ചെയ്യുന്നുണ്ട്. എന്തായാലും നഗരസഭയുടെ സാന്നിധ്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ക്യാമ്പുകളിലടക്കം ഈ പ്രദേശത്തുള്ളവർ എത്തുകയും അവരുടെ ടെസ്റ്റിങ്ങുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികളുമായി, കൂടുതൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് കളമശ്ശേരി നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്തം പടരുന്നു. വലിയ ജാഗ്രതയിലാണ് പ്രദേശം.